കഴിഞ്ഞ ദിവസം സമുദ്രയുടെ 2.5 മാസത്തിലെ കുത്തിവയ്പ്പായിരുന്നു. ഇത്തവണ ഞാനും അബിയും കൂടിയാണ് മിഡ്വൈഫ് സെൻ്ററിലേക്ക് അവളെ കൊണ്ടുപോയത്. നമ്മൾ സ്ത്രീകളെ സഹായിക്കാൻ നമ്മുടെ അമ്മമാരുൾപ്പെടെ ആരൊക്കെ ഉണ്ടെങ്കിലും കുട്ടിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് പാർട്ട്ണറിനെ ആവും. ശരിയല്ലേ? ഹസ്ബൻഡ് ദൂരെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യത്തിൽ നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ പലതും റീലേണും അൺലേണും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഒരു നാടിൻ്റെ രീതി വെച്ചിട്ട് എന്തിനും ഏതിനും സ്ത്രീകളെയാണ് ഒരു കുട്ടിയുടെ മുഴുവൻ അതോറിറ്റി ആക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ പാരൻറ്റിങ് ഈസ് എ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി അല്ലേ? അങ്ങ് ദൂരെയൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടി പോയിരിക്കുന്ന അച്ഛന്മാരെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്ക് ലീവിന് വരുമ്പോൾ ആ കുറവ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ കരയുമ്പോൾ എടുക്കാനും അവരെ ആശ്വസിപ്പിക്കാൻ അറിയാത്തതും ക്ഷമയില്ലാത്തതും മനഃപൂർവ്വം ഒഴിവാക്കുന്നതുമായിട്ടുള്ള ആൾക്കാരും ഇവിടെ കുറച്ചൊന്നും അല്ല ഉള്ളത്. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുമ്പോഴാണ് കുട്ടി ഉണരുന്നതെങ്കിൽ പറയുകയേ വേണ്ട. കുടുംബജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇക്വാലിറ്റി എന്നുള്ളത് ഈ 50-50 നടക്കില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. വെറുതെ പറയാം 50-50 എന്നൊക്കെ. ചിലയിടത്തത് 70-30 ആവും, ചിലയിടത്തത് 60-40 ആവും. പക്ഷേ പാരൻറ്റിങ്ങിൽ പരസ്പര സഹായവും മനസ്സിലാക്കലും ആദ്യ കുറേ വർഷങ്ങളിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണർ നിങ്ങളുടെ ക്ഷമ, അണ്ടർസ്റ്റാൻഡിങ് ആ സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുത്തിവയ്പ്പിന് അമ്മമാർ തന്നെ അകത്ത് കയറിയാൽ മതി എന്നുള്ള സ്ട്രിക്റ്റ് പറച്ചിലിനോട് എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു. എനിവേ, കുഞ്ഞുങ്ങളുടെ ബേസിക് ചികിത്സ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്വയം ചികിത്സയ്ക്ക് വിടരുത്, പ്രത്യേകിച്ച് നമുക്കതിനെപ്പറ്റി അറിവില്ലെങ്കിൽ. അപ്പോൾ ബൈ.